ഇതുപോലെ കയറി ഇറങ്ങി നിരതെറ്റിയിരിക്കുന്ന പല്ലുകൾ ശരിയാക്കിയെടുക്കാൻ കഴിയുന്നവയാണെന്ന് പലർക്കും അറിയില്ല. എന്നാൽ ഇതൊക്കെ തന്നെ കറക്റ്റബിൾ ആണ്. പല്ലിൽ കമ്പിയിടുന്ന ചികിത്സ ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ കറക്റ്റ്. ഇങ്ങനെ നിരതെറ്റിയിരിക്കുന്ന പല്ലുകളെ ക്രൗഡിംഗ് എന്ന് പറയുന്നു. പല രീതിയിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം. മൈൽഡായുള്ള ക്രൗഡിംഗ് ആണെങ്കിൽ 1.5 വർഷം എടുത്താവും ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്നാൽ സിവിയർ കേസസ് 2 വർഷമൊക്കെ എടുത്താവും ട്രീറ്റ്മെന്റ്. പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. അതിലൊന്ന് നിങ്ങളുടെ പല്ലിനെ ഉൾക്കൊള്ളുന്നതിനനുസരിച്ച് താടിയെല്ലിന് വളർച്ചയില്ലാത്ത കണ്ടീഷൻസ് ആണ്. അതായത് താടിയെല്ല് ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥ. നിങ്ങൾ ഈ ഒരു കേസ് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു കുട്ടിക്ക് മുകൾ താടിയെല്ലിന് വളർച്ച വളരെ കുറവാണ്. ഈ കേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് താടിയെല്ലിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടാണ്. അത് പല ഏജ് ഗ്രൂപ്പിലും പല രീതിയിൽ നമുക്ക് എക്സ്പാൻഷൻ ചെയ്യാം. എന്നാലും കുറച്ചുകൂടെ ഫാസ്റ്റർ ആയുള്ള റിസൾട്ട് കിട്ടുന്നത് ഗ്രോയിങ് ഏജിലാണ്. അതായത് 18 വയസ്സിനകത്ത് ട്രീറ്റ്മെന്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയുള്ള റിസൾട്ട് നമുക്ക് കിട്ടാം. ഓരോ മാസവും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യുക.